പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ സിനിമകളിൽ ഷീല അഭിനയിച്ചിട്ടു നസീർ സാറിൻ്റെ നായിക ആവാൻ പറ്റാത്തതിനെക്കുറിച്ചിട്ട്, ഷീലയുടെ നിർഭാഗ്യത്തെക്കുറിച്ച്. ഷീല ഇടക്കാലത്ത് നസീർ സാറിനോട് പിണങ്ങിയില്ല, അതുകൊണ്ട് ആർക്ക് നഷ്ടം? ഷീലക്ക് തന്നെ നഷ്ടം. ഷീല വല്ലാത്തൊരു പടൽ വിട്ടുപോയി നസീർ സാറായിട്ട് പിണങ്ങിയിട്ട്. നസീർ സാറിനാകെ ഒരു ചുക്കും സംഭവിച്ചിട്ടുമില്ല. അതിനെക്കുറിച്ച് ഇന്ന് പറയാൻ പോകുന്നത് ഷീല നസീർ സാറിൻ്റെ നായികയാകാത്ത പടങ്ങളെക്കുറിച്ച്. ഒന്ന്, തോക്കുകൾ കഥ പറയുന്നു. ആ സമയത്ത് നസീർ സാറായിട്ട് പണിയിട്ടൊന്നുമില്ല, നല്ല സമയത്ത് തന്നെ. ആ സമയത്ത് നസീർ സാറിൻ്റെ നായികയായിട്ട് അഭിനയിച്ചത് ജയഭാരതിയാണ്. സത്യമാഷ നായികയായിട്ടാണ് ഷീല. അതേപോലെ കടൽപ്പാലത്ത് നസീർ സാറിൻ്റെ നായിക ജയഭാരതിയാണ്. ഷീല അതിൽ ഉമ്മറിൻ്റെ നായികയാണ്. പിന്നെ മനുഷ്യബന്ധങ്ങൾ മണി സംവിധാനം ചെയ്ത് അതിൽ നസീർ സാറിൻ്റെ നായിക ജയഭാരതിയാണ്. ഷീല മധുവിൻ്റെ നായികയാണ്. ആ സമയത്തൊന്നും ഷീല നസീർ സാറായിട്ട് പണിയില്ല. പിന്നെ പണിയ സമയത്ത് നമുക്ക് നസീർ സാറ് ഷീലയുടെ ഷീല നസീർ സാറിൻ്റെ നായിക ആവാത്തതിനെ കുറിച്ച് പറയാം. പിന്നെ മല്ലനും മാധേവനും അതിൽ നസീർ സാറിൻ്റെ അമ്മയായിട്ടാണ് ഷീല അഭിനയിച്ചത്. ഉണ്ണിമരിയാണ് നസീർ സാറിൻ്റെ നായിക. പിന്നെ ആരോമലുണ്ണിയിൽ നസീർ സാറിൻ്റെ നായിക വിജയശ്രീയാണ്. ഷീല അതിൽ സഹനടനായ രവിചന്ദ്രൻ്റെ നായികയാണ്. പിന്നെ മകനെ നിനക്ക് വേണ്ടി അതിൽ നസീർ സാറിൻ്റെ അമ്മയായിട്ടാണ് ഷീല അഭിനയിച്ചത്. പിന്നെ അവളൊരു ദേവാലയം അതിൽ നസീർ സാറിൻ്റെ നായിക ജയഭാരതിയാണ്. അല്ലെങ്കിൽ നസീർ ഷീല പിണങ്ങിയ സമയത്ത് ഇറങ്ങിയ പടമാണ്. പടത്തിൽ അഭിനയിക്കും, പക്ഷേ നസീർ സാറിൻ്റെ നായികയായിരിക്കും. അതിൽ ഷീലക്ക് നായകനില്ല അവളൊരു ദേവാലയത്തിൽ. പിന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞ സിനിമ, അത് നസീർ സാറിൻ്റെ നായിക ജയഭാരതിയാണ്. ഷീല ജയഭാരതിയുടെ ചേച്ചിയായിട്ട്. പിന്നെ അപരാധിയിൽ PN സുന്ദരത്തിൻ്റെ അപരാധിയിൽ പിന്നെ നസീർ സാറിൻ്റെ പിന്നെ നായിക നന്ദിത ബോസ്, ഷീല മധുവിൻ്റെ നായികയായിട്ട്. പിന്നെ കൂട്ടുകുടുംബത്തിൽ നസീർ സാറിൻ്റെ നായിക ശാരദയാണ്. ഷീല സത്യമാഷ ഭാര്യയായിട്ട്. പിന്നെ തുലാഭാരത്തിൽ നസീർ സാറിൻ്റെ പിന്നെ നായിക ശാരദയാണ്. ഷീല ഒരു വക്കീലായിട്ടൊരു റോൾ. പിന്നെ ഒരു ജ്വാല എന്ന് പറഞ്ഞ പടം, അതിൽ നസീർ സാറിൻ്റെ നായിക ശാരദയാണ്. ഷീല അതിൽ കുറച്ചേ ഉള്ളൂ, കാമുകിയായിട്ട് കുറച്ച് കാണിക്കുന്നു. നായിക ശാരദയാണ് അതിൽ. പിന്നെ മൂന്ന് പൂക്കളിൽ നസീർ സാറിൻ്റെ നായിക ജയഭാരതിയാണ്. സത്യമാഷ നായിക അംബിക, മധുവിൻ്റെ നായികയാണ് ഷീല. പിന്നെ ഉള്ളത് മോവും മുക്തിയും, അത് ബ്ലോക്ക് ബസ്റ്ററാണ് പടം. നസീർ സാറിൻ്റെ നായിക ലക്ഷ്മിയാണ്. ഷീല ഭാര്യയായിട്ടാണ്. അത് നായികയല്ല, യഥാർത്ഥ നായികയായ ലക്ഷ്മിയാണ്. അത് ഞങ്ങളുടെ നാട്ടിൽ NS ടാക്കീസിൽ 100 ദിവസം കളിച്ച പടമാണ് മോഹമുക്തി. ബാക്കി കണ്ണൂർ 100 ദിവസം കളിക്കാൻ അങ്ങോട്ട് തിരുവനന്തപുരത്ത് എറണാകുളത്തെല്ലാം 300 ദിവസം കളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണ്ണൂരിൽ പിന്നെ ഒരു 25 ദിവസം കളിച്ച പടം അങ്ങോട്ടെല്ലാം എറണാകുളത്ത് 100 ദിവസം കളിക്കും. അപ്പോൾ ഇത് കണ്ണൂർ NSൽ 100 ദിവസം കളിച്ച പടം മോഹമുക്തി. ഇതൊക്കെ പിന്നെ നസീർ സാറിൻ്റെ കൂടെ ഷീല അഭിനയിക്കാത്തതിനെ കുറിച്ചാണ്. അപ്പോൾ നസീർ സാറിനാണെങ്കിൽ ഷീല ഇല്ലാത്തതുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല. നസീർ സാറിൻ്റെ നായികയായിട്ട് വിജയശ്രീ വന്ന്, ജയഭാരതി, ലക്ഷ്മി, വിധുവാല, എന്തിനു പറയുന്നത് അന്നത്തെ കാലത്ത് 18 വയസ്സുള്ള ഉണ്ണിമേരി വരെ നസീർ സാറിൻ്റെ നായിക. ഉമ്മറിനാങ്കിൽ ഷീലക്കാങ്ക് അപ്പുറത്ത് നായിക ഇല്ല, ഉമ്മറേ ഉള്ളൂ. പിന്നെ നസീർ സാറ് ഇല്ലാതെ പിന്നെ വന്ന് മധുവിനാണെങ്കിൽ ശ്രീവിദ്യ നദി അഭിനയിക്കൽ. പിന്നെ ആകെ ഉള്ളത് ഉമ്മറാണ്. അപ്പോൾ അങ്ങനെ ഉമ്മറിൻ്റെ കൂടെ കുറേ പടത്തിൽ ഷീല നായികയായിട്ട് ആ കാലത്ത് അഭിനയിച്ചു. തെറ്റ്, ശാപമോക്ഷം, അനുഭവം, ഇതിലെല്ലാം ഉമ്മറിൻ്റെ നായികയാണ്. ആശീർവാദവും ഉമ്മറിൻ്റെ ഭാര്യയായിട്ട്. നിറപറയും നിലവിളക്കും അതിൽ ഉമ്മറിൻ്റെ ഭാര്യയായിട്ട്. പിന്നെ ആവേശത്തിൽ ഉമ്മറിൻ്റെ ഭാര്യയായിട്ട്. പിന്നെ രക്ഷിപ്പാറൂൽ ഉമ്മറിൻ്റെ ഭാര്യയായിട്ട്. പിന്നെ മദ്രാസിലെ മോന് ഉമ്മറിൻ്റെ ഭാര്യയായിട്ട്. ഇതെല്ലാം ഉമ്മറിൻ്റെ കൂടെ അഭിനയിക്കേണ്ടി വന്നു ആ സാധനം. പിന്നെ ഉള്ളത് ജയൻ്റെ കൂടെയാണ് 2-3 പടത്തിൽ അഭിനയിച്ചത്. ഒന്ന് ശാരപഞ്ചാരത്തിൽ, പിന്നെ ഒന്ന് ശിഖരങ്ങൾ, അതിന് ജയൻ്റെ നായികയായിട്ട് അഭിനയിച്ച്. പിന്നെ ബാക്കി 2 ആവേശത്തിനും തീനാളങ്ങളിലും ഷീല നായികയല്ല, ജയൻ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചതേ ഉള്ളൂ. പിന്നെ ചുരുക്കി പറഞ്ഞ ഷീലക്ക് നായകന്മാരില്ല. സുകുമാരൻ്റെ കൂടെ 1-2 പടത്തിൽ അഭിനയിച്ച്, സ്ഫോടനത്തിൽ, അതൊരു സ്വപ്നത്തിലും. പിന്നെ രവികുമാറിൻ്റെ കൂടെയും ജോസിൻ്റെ കൂടെ ഒന്നും ഷീലക്ക് അഭിനയിക്കാൻ പറ്റില്ല, അമ്മയും മോനും പോലെ ഉണ്ടാവും. ഇപ്പുറത്താണെങ്കിൽ നസീർ സാറ് ചെറിയ 18 വയസ്സുള്ള ഉണ്ണിമേരിനോട്, 18 വയസ്സുള്ള സത്യകലൻ്റെയോട്, 18 വയസ്സുള്ള സ്വപ്നയുടെ കൂടെ, 18 വയസ്സുള്ള സുമലതയുടെ കൂടെ എല്ലാം നസീർ സാർ നായികയായിട്ട് അഭിനയിക്കുക. നസീർ സാറ് നായകനായിട്ട് അഭിനയിക്കുക.
നസീർ സാറിന് ഒരു പ്രശ്നവുമില്ല. നസീർ സാറിൻ്റെ കൂടെ ചെറുപ്പക്കാരത്തികൾക്ക് അഭിനയിക്കുക, അതേസമയത്ത് ഷീലയുടെ കൂടെ ചെറുപ്പക്കാരനെ അഭിനയിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥ. എല്ലാം കൂടി ഷീല ആ കാലത്ത് ഒരു ഗതികിട്ട പ്രേതം പോലെ ആയിപ്പോയി അവസാനം. ഈ നായകന്മാരില്ല ഷീലക്ക്, ആകെ ഉള്ളത് മധു, ഉമ്മർ, പിന്നെ ജയൻ ചേട്ടൻ. പിന്നെ ജയൻ ചേട്ടനെ കൂടെ കുറച്ച് ചാൻസ് കിട്ടുമായിരുന്നു. സ്ഫോടനത്തിലെല്ലാം ജയനാന്ന് നായകനാവേണ്ടത് ഷീലൻ്റെ. പിന്നെ അവസാന കാലത്ത് ഷീല ജയൻ്റെ കൂടെ അഭിനയിക്കാൻ കുറച്ച് പിന്നെ പടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജയൻ മരിച്ചത്. പിന്നെ വേറെ നായകന്മാരൊന്നും ഷീലക്കില്ല. ഷീല ആകെ ത്രിശങ്ക് സ്വർഗത്തിലായിപ്പോയി നസീർ സാറിനോട് പിണങ്ങിയിട്ട്. ശരിയായ പടൽ പെട്ടുപോയി ഷീല. ഓക്കെ.